ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന ഒരു സർവേ റിപ്പോർട്ട് ട്വീറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്നൊരു ലേഖനം വരുന്നു. ആ പാഠം ഉൾക്കൊള്ളുമ്പോൾ നിലവിലെ വർത്തമാനകാലത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി വിശദീകരിച്ചുകൊണ്ടുള്ള ലേഖനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എങ്ങും തൊടാതെ ചില ഉപദേശങ്ങൾ മാത്രം, അതിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവുമില്ല. അപ്പോൾ എന്ത് പാഠമാണ് അദ്ദേഹം ഉൾക്കൊള്ളുന്നത്? ആരെ പാഠം പഠിപ്പിക്കാനാണ് ഈ ലേഖനം? സ്മൃതി ശശി തരൂർ വളരെ മഹാനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ത്യയുടെ എല്ലാം മോദിയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിൻ്റെ ദൂതുവാഹകനാണ്. അങ്ങനെ ഉയർന്ന തലത്തിൽ അഭിരമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഈ പദവികളിലൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ മോദിയെ പ്രതികരിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയും നീരുമാണ് അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന പദവികൾ എന്നുള്ളത്. അദ്ദേഹം നേരത്തെ യു എന്നിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്നു. 10 അണ്ടർ സെക്രട്ടറി ജനറൽമാരാണ് അന്ന് യു എന്നിലുള്ള. ഇപ്പോഴത്തെ കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലൊരാളായിരുന്നു അദ്ദേഹം. പിന്നെ ഇന്ത്യയിലേക്ക് വരുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, 4 തവണ ജയിക്കുന്നു, 2 തവണ ഒരേ ടീമിലാണ് 2 വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തവണ മന്ത്രിസ്ഥാനം പോയതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ധാരാളം പ്രതിസന്ധികളുടെ, വ്യക്തിപരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഞാനത് ഓർപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണമുണ്ടായപ്പോൾ ആദ്യം അദ്ദേഹത്തെ കാണാൻ ഓടിച്ചെന്ന ഒരാൾ സോണിയാഗാന്ധിയായിരുന്നു. ആ ദൃശ്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ വെള്ളവും വളവും ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വലിയ പദവികളെടുത്ത്, അല്ലെങ്കിൽ പദവികളിലെത്തിയ ഒരു എന്താ പറയുക, വിശ്വപൗരൻ എന്നാണല്ലോ പറയുന്നത് അദ്ദേഹം ഇന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ടാണ് ഈ അട്ടഹാസങ്ങളൊക്കെ നടത്തുന്നത്. അദ്ദേഹം ഒന്ന് ആലോചിച്ചാൽ മതി. രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഈ രംഗങ്ങളിലൊക്കെ ചില സത്യസന്ധതകൾ, ചില കെട്ടുപാടുകളൊക്കെ ഉണ്ട്, ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, അല്പം സത്യസന്ധതയൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാണ്. അതൊന്നും പാലിക്കണ്ട. പക്ഷേ അദ്ദേഹമാക്കിയ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോടുള്ള ഉത്തരവാദിത്വം പോലും മറന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ലേഖനം എഴുതിയതിനെക്കുറിച്ച് സ്മൃതി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വിവരിച്ചു. അദ്ദേഹം വളരെ തന്ത്രപൂർവ്വമാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. സ്മൃതി പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയുടെ 50ാമത്തെ വർഷം ഇന്ന് BJP ഒരു വലിയ പ്രചാരണ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണെന്ന് പറഞ്ഞാൽ, ശശി തരൂർ പറഞ്ഞാൽ നമ്മളാരും അതിനെ എതിർക്കില്ല. അങ്ങനെയായിരുന്നു. ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം വെറും MP അല്ല, വെറും ഒരു കോൺഗ്രസ്സുകാരനല്ല. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റപ്പോൾ പാർട്ടി അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വമാണ് കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പരമോന്നത ഒരു അധികാര കേന്ദ്രമാണ് ഈ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിലെ അംഗമാണത്. അതിലെ അംഗമായി ഇരുന്നു കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു ലേഖനം അടിയന്തരാവസ്ഥയെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ചില ഉപദേശങ്ങളും ചില മുന്നറിയിപ്പുകളും ചില പാഠങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ലേഖനം എഴുതിയാൽ സത്യം പറഞ്ഞാൽ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ വിഷയം പോലും അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ എന്താ നടക്കുന്നത്? പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ നടന്നുകൊണ്ടിരിക്കുക. മണിപ്പൂരിലൊക്കെ എന്താ സംഭവിച്ചത്? ഇപ്പോഴാണല്ലോ അല്പം ശാന്തതയുണ്ടായത്. UP പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1 കിലോ മാംസം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ പേരിൽ എങ്ങനെയാണ് ആളുകൾ മരിച്ചതെന്നുള്ളത് മറന്നുപോയോ? അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വലിയ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്കെതിരായിട്ടൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അയാൾ ജയിലിലാകുന്ന രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും നമ്മുടെ ശശി തരൂറിന്, വിശ്വപൗരന് യാതൊരു ഖേദവുമില്ല, അല്ലെങ്കിൽ യാതൊരു കൺസേണുമില്ല. ഈ ലേഖനത്തിൽ പാർട്ടിയിൽ നിന്ന് വേണമെങ്കിൽ പുറത്താക്കാൻ പറ്റുന്ന വാചകങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകൾ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിനുദാഹരണമാണ്. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ അക്രമങ്ങളും
പ്രയോഗിച്ചു. ന്യൂഡൽഹി പോലുള്ള നഗരകേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ ക്രൂരതയൊക്കെ അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ട് ഈ ലേഖനം ഇപ്പോൾ എഴുതുമ്പോൾ അദ്ദേഹം ഇപ്പോഴും പ്രവർത്തക സമിതി അംഗമാണല്ലോ. അപ്പോൾ എന്താണ് ഒരു നിസ്സഹായാവസ്ഥ പാർട്ടിക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ലേഖനം വായിച്ചതാണ്. ഇത് അന്ന് നടന്ന കാര്യങ്ങൾ, എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വീണ്ടും ഒന്ന് അവതരിപ്പിച്ചു എന്നതിനപ്പുറത്ത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് കുറച്ച് വിമർശനങ്ങളുണ്ട്. പക്ഷേ വളരെ ബോധപൂർവം വിമർശനങ്ങൾ കൂടുതൽ സഞ്ജയ് ഗാന്ധിയെക്കുറിച്ചാണ്. അത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം സ്മൃതി പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് വരാം. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിസ്സഹായത, മോദിയെക്കുറിച്ച് നേരത്തെ ശശി തരൂർ തന്നെ പറഞ്ഞൊരു ഉപമ, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല. കാരവൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായിരുന്ന വിനോദ് തോമസ്, അദ്ദേഹത്തോടൊരു പ്രമുഖ RSS നേതാവ് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. പറഞ്ഞല്ലോ, അത് ശശി തരൂരിൻ്റെ സ്വന്തം ഒരു പ്രയോഗമല്ല. അന്ന് അദ്ദേഹം പറഞ്ഞത്, മോദി എന്ന് പറയുന്നത് ശിവലിംഗത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തേളാണെന്ന്. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല, എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അതേസമയം ചെരുപ്പ് കൊണ്ട് അടിക്കാനും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിപ്പെട്ട് നിന്നിരിക്കുന്നത്. ശശി തരൂരും ആ ഒരു അവസ്ഥയിലാണ്, ആ ഒരു തേളിൻ്റെ അവസ്ഥയിലാണ്. അദ്ദേഹത്തെ എടുത്ത് കളയാനും പറ്റത്തില്ല, ചെരുപ്പ് കൊണ്ട് അടിക്കാനും പറ്റത്തില്ല. അതെന്താ എടുത്ത് കളഞ്ഞാൽ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഉപയോഗിക്കുകയാണ്. Debate with Smriti Parithikar.